5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വിമാന അപകടം, യേശുദാസ് രക്ഷപ്പെട്ടു. ഈ ഒരു ടാഗ് ലൈൻ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. യേശുദാസ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നോ? കാരണം ഒരാളായി രക്ഷപ്പെട്ടിട്ടുള്ളൂ, അതൊരു ഹിന്ദിക്കാരൻ്റെ പേരാണ്. അപ്പം അങ്ങനെയാണ് യേശുദാസ് എപ്പോഴാണ് ഇവിടെ അഹമ്മദാബാദിൽ പോയി ഈ ഫ്ലൈറ്റിൽ കയറിയതെന്ന്. കാരണം അദ്ദേഹം UK യിലും ലണ്ടനിലും ഒക്കെ പോകുന്ന ആളാണ്. പക്ഷേ അത് കുറച്ച് പഴയ കഥയാണ്. എന്നാലും അത് അറിയാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു. യേശുദാസ് 2 പ്രാവശ്യം ഫ്ലൈറ്റ് അപകടത്തിൽ നിന്ന് വിമാനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആളാണ്. അപ്പോൾ ദൈവാധീനം ഉണ്ടായിരിക്കാം അദ്ദേഹത്തിനോടൊപ്പം. അതുകൊണ്ടാണല്ലോ 2 പ്രാവശ്യവും അദ്ദേഹം രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ ഗുരുവായൂർ അമ്പലത്തിലൊന്നും അദ്ദേഹത്തിന് കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഗുരുവായൂരപ്പൻ കൂടെ കാണും, ശബരിമല അയ്യപ്പൻ കൂടെ കാണും. അപ്പോൾ വിശ്വാസിയാണല്ലോ അദ്ദേഹം. അപ്പോൾ എന്തായാലും അദ്ദേഹം കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിലൊക്കെ പോയി എപ്പോഴും പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുന്ന ആളല്ലേ. എന്തായാലും അദ്ദേഹത്തിന് വലിയ ഭാഗ്യമുണ്ട്. 1971 ഡിസംബർ 9 പശ്ചിമഘട്ടത്തിലെ മേഘമലയിൽ മറിഞ്ഞ ഒരു വിമാനം, അതായത് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വഴി മധുരയ്ക്ക് പോകേണ്ടിയിരുന്ന ഒരു വിമാനം മരിച്ചു. അന്നത്തെ ജി ചന്ദ്രശേഖര പിള്ള അടക്കമുള്ള 20 പേർ അന്ന് മരിക്കുകയും ചെയ്തു. പക്ഷേ ആ വിമാനത്തിൽ യേശുദാസിന് ട്രാഫിക് ജാമിൻ്റെ പ്രശ്നം കൊണ്ട് യേശുദാസ് അതിനകത്ത് കയറിയില്ല. അപ്പോൾ അതിൽ കയറാത്തത് കൊണ്ട് യേശുദാസ് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, മനോഹരമായി രക്ഷപ്പെട്ടു. 1971 ഡിസംബർ 9 അപകടം. അപ്പോൾ അത് അദ്ദേഹത്തിന് ആ വിമാനത്തിൽ കയറേണ്ടി തന്നെ വന്നില്ല. അപ്പോൾ അതങ്ങനെ രക്ഷപ്പെട്ടു. ഇന്നലെ അഹമ്മദാബാദിലും ഇങ്ങനെ വിഷയമുണ്ട്. ഒരു വനിതാ പെൺകുട്ടി ട്രാഫിക് ജാമിൽ പെട്ടുപോയതുകൊണ്ട് അവർക്ക് ഫ്ലൈറ്റിൽ കയറാൻ അവസരം കിട്ടിയില്ല. ഫ്ലൈറ്റ് അവർ ചെന്നപ്പോൾ എടുത്തു കഴിഞ്ഞു. ട്രാഫിക് ജാം എല്ലാം കഴിഞ്ഞ് അവർ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞു, അവർക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്ത്രീ രക്ഷപ്പെട്ടു. ഇതൊക്കെ മിറക്കിളെന്ന് പറയാൻ, നല്ല ഭാഗ്യമെന്ന് പറയാം, ചിലപ്പോൾ ദൈവത്തിൻ്റെ കയ്യൊപ്പെന്നൊക്കെ നമുക്ക് പറയാം. ദൈവം ഉണ്ടോ ഇല്ല എന്നൊക്കെ ചർച്ചയൊക്കെ നമ്മൾ നടത്തുമ്പോഴും ചില കയ്യൊപ്പുകൾ, ചില സൈനുകളൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ 290 പേരെ രക്ഷിച്ചില്ലല്ലോ എന്ന് കാര്യം ചോദിച്ചു കളയരുത്. അങ്ങനെ ചോദിക്കില്ല. കാരണം എപ്പോഴും മരണവും ഈ പറയുന്ന പോലെ അപകടവും എല്ലാം കൂടെ ഉണ്ട് നമ്മുടെ കൂടെ. പക്ഷേ എന്നാലും ചില ആളുകൾ രക്ഷപ്പെടുന്നത് കാണുമ്പോൾ അങ്ങനെയും ചോദിക്കേണ്ടി വരുന്നു. രണ്ടാമതായി യേശുദാസ് 1978 ഒക്ടോബർ 13 ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിലുണ്ടായ റിംഗ്വേ തീപിടുത്തമുണ്ടായി. അവിടെ 350 യാത്രക്കാരോടൊപ്പം യേശുദാസിന്റെ ഭാര്യ പ്രഭയും അതുപോലെ തന്നെ ഗായിക സുജാതയും കുഞ്ഞുമകനായിട്ടുള്ള 1 വയസ്സുള്ള വിനോദും, അങ്ങനെ ഒരു സംഘം കൂടെ ഉണ്ടായിരുന്നു. ഏകദേശം 6 ഗായകരുടെ സംഘമായിരുന്നു. അവർ വിവിധ രാജ്യങ്ങളിൽ, കാനഡയിലും ന്യൂയോർക്കിലും ഒക്കെ ഇത് അവതരിപ്പിച്ചതിന് ശേഷം ലണ്ടൻ വഴി ഡൽഹിക്ക് വരാനിരുന്ന സമയത്താണ് 1978 ഒക്ടോബർ 11 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് അത് ഉയർന്നു കഴിഞ്ഞ് 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ബൾബിൽ നിന്ന് അത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഇരുന്ന പെട്ടെന്ന് ഇലക്ട്രിക് ഓർഗൻ ഉരുകുന്നത് കണ്ടു, അതിൽ നിന്ന് പുക വരുന്നത് കണ്ടു. പക്ഷേ ഭാഗ്യവശാൽ അത് പൈലറ്റും അവരുടെ സംവിധാനങ്ങളും അത് കണ്ടുപിടിക്കുകയും ഫ്ലൈറ്റ് നിലത്തിറക്കുകയും അതിനാവശ്യമായ നടപടികൾ എടുക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് 1978 രണ്ടാമത്തെ സമയത്ത് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നിട്ടും യേശുദാസ് രക്ഷപ്പെട്ടു. ആദ്യത്തെ സമയം ഫ്ലൈറ്റിൽ കയറാതെ രക്ഷപ്പെട്ടു, രണ്ടാമത്തെ പ്രാവശ്യം ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നിട്ടും രക്ഷപ്പെട്ടു. അങ്ങനെ 2 സംഭവങ്ങൾ ചരിത്രത്തിൽ കിടപ്പുണ്ട്. നമ്മൾ ഓരോ അപകടം നടക്കുമ്പോഴും ഇപ്പോൾ അഹമ്മദാബാദിൽ നടന്നിട്ടുള്ള അപകടത്തിൽ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി, ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി അന്തരിച്ചു പോയി. മകളെ കാണാൻ ലണ്ടനിലേക്ക് കാണാനായി പൊയ്ക്കൊണ്ടിരുന്ന യാത്ര ചെയ്യുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. അപ്പോൾ നമ്മളിങ്ങനെ സംഭവിക്കുന്നു. ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ ഇങ്ങനെ വിമാന അപകടത്തിൽ വലിയ ആളുകളും സെലിബ്രിറ്റീസുകളും ഒക്കെ മരിച്ചു പോകാറുണ്ട്. പക്ഷേ എന്തായാലും യേശുദാസ് ഈ കാര്യത്തിൽ വലിയ ഭാഗ്യം ചെയ്ത വ്യക്തിത്വമാണ്. ഒരുപക്ഷെ അദ്ദേഹം ഗാനഗന്ധർവനായതുകൊണ്ടായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ആ ഗാനത്തോടൊക്കെയുള്ള സത്യസന്ധത കൊണ്ടായിരിക്കാം അദ്ദേഹം ദീർഘകാലം അദ്ദേഹത്തിൻ്റെ പാട്ടുമായി ഇവിടെ ജീവിച്ചിരിക്കട്ടെ എന്നുള്ള ദൈവത്തിൻ്റെ നിശ്ചയം, ദൈവത്തിൻ്റെ കയ്യൊപ്പ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്തായാലും 2 പ്രാവശ്യം അദ്ദേഹം മരണത്തിന് മുഖാമുഖം കണ്ടിട്ടുണ്ട്. 1 പ്രാവശ്യം അദ്ദേഹം കയറിയില്ല. അപ്പോൾ എന്തായാലും മുഖാമുഖം കണ്ടില്ല, എന്നാലും അത് മരണത്തിലേക്ക് തന്നെ പോകുമായിരുന്നു ഒരുപക്ഷെ അപകടമുണ്ടായി. കാരണം 20 പേർ മരിച്ചു ആ അപകടത്തിൽ. 71 അപകടത്തിൽ. 78 ഞാൻ ഈ പറഞ്ഞതുപോലെ അതും വലിയ അപകടമാകാത്തത് കൊണ്ട് യേശുദാസും കുടുംബവും നന്നായി രക്ഷപ്പെട്ടു.